പിന്നെ നല്ലൊരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ആണ്. നല്ല ഗ്രീനിഷ് മൗണ്ടൻ ആ രീതി ആയതുകൊണ്ട് നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാം. ഇയർലി ഒരു ബോഡി മെയിൻ്റെനൻസിന് വരേണ്ട സമയമാകുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസുകളുണ്ട്, കൂടുതലാണ്. കാരണം മറ്റുള്ള സ്ഥലത്തേക്കാൾ നമുക്കൊരു വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഈസി ആക്സസ് ആണ്. ഹായ്, ഞാൻ ജാക്കിർ ഹുസൈൻ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന് പറയും. വർക്ക് പ്ലേസ് സൗദി അറേബ്യയിലെ ദമാമിലാണ്. ഇലാജി ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാനൊരു 2 വർഷം മുമ്പ് അറിഞ്ഞതാണ്. അപ്പോൾ ഒരു ചെറിയൊരു വിസിറ്റ് നടത്താൻ ഉദ്ദേശിച്ചിൽ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു വെൽനസ് ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നതാണ്. എന്തായാലും ഒരു ഒരാഴ്ച 2-3 ദിവസം പ്ലാൻ ചെയ്ത് വന്നു. അപ്പോൾ ഒരാഴ്ച ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. കുഴപ്പമില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഇവിടുത്തെ എൻറോൾമെന്റിലും പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ വളരെ ശ്ലാഘനീയമാണ്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഇവിടുത്തെ ഹൈജീനിക്കായ ക്ലീനിങ്ങും ഡേ ടു ഡേ സർവീസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാത്തിലും ഉപരി ഡോക്ടർമാരുടെ ആ ഒരു സർവീസും അതുപോലെ തന്നെ സർവീസ് ചെയ്ത മറ്റ് ലീവിൻ്റെ ആയാലും സർവീസുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റൊരാൾക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അഡ്വൈസബിൾ ആണ്. സർവീസും കൊള്ളാം. അതാണ് ഇപ്പം ഓരോന്ന് പറയണ്ട. പിന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി. ഞാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇയർലി ഒരു ബോഡി മെയിൻ്റെനൻസിന് വരേണ്ട സമയമാകുമ്പോൾ വീണ്ടും വരാനുള്ള ചാൻസുകളുണ്ട്, കൂടുതലാണ്. കാരണം മറ്റുള്ള സ്ഥലത്തേക്കാൾ നമുക്കൊരു വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഈസി ആക്സസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് കോഴിക്കോടേക്ക് ഇറങ്ങുകയാണെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഇവിടെ എത്താം. മഞ്ചേരി എത്തി നമുക്ക് അന്ന് തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളൊരു വലിയൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. പിന്നെ ഫുഡാണെങ്കിലും വളരെ കൺവീനിയൻ്റ് ആണ്. ഇപ്പം പേഷ്യൻ്റിനാണെങ്കിൽ പേഷ്യൻ്റ് ഇതിൽ വേണമെങ്കിൽ ഫുഡ് കിട്ടും. അതല്ലെങ്കിൽ മറ്റുള്ള ഗസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കാം. അറബിക് ഫുഡ് വേണമെങ്കിൽ അറബിക് ഫുഡും കിട്ടും. അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. പിന്നെ നല്ലൊരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ആണ്. നല്ല ഗ്രീനിഷ് മൗണ്ടൻ ആ രീതി ആയതുകൊണ്ട് നല്ല ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാം. ഒരാഴ്ച കൊണ്ട് ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കി, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് അതേ വ്യത്യാസം ഉണ്ടാക്കി. എല്ലാത്തിനേക്കാൾ ഉപരി നമുക്ക് റീസണബിളായ ഫെയറുമാണ്. മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവാണ്. അതാണ് നമുക്ക് അറബികൾക്കായാലും നമ്മുടെ മലയാളികൾക്കായാലും അന്വേഷിക്കാനുള്ള ഒരു വലിയ വാല്യുബിൾ പോയിന്റ്സ്. നമ്മളെല്ലാം നോക്കുന്ന കോസ്റ്റ് എഫക്റ്റീവാണ്. ട്രീറ്റ്മെന്റ് കിട്ടുകയും ചെയ്യണം. രണ്ടും കിട്ടുന്നുണ്ട്. അപ്പം അഡ്വൈസബിൾ ആണ്. ഇതാണ് ഈ ഇലാജിനെ കുറിച്ച് ചെറിയ മോറലായിട്ട് പറയാനുള്ളത്. ഇലാജ്